ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചർ അമ്മ സുജ ആർ മോഹൻ എന്ന നമ്മുടെ ടീച്ചർ അമ്മയെക്കുറിച്ച്. നിങ്ങളിൽ പലർക്കും അറിയാം, മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ്. ഞാൻ അവരുടെ 2 ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ അവരെക്കുറിച്ച് പൊതുവേ ഉള്ള മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളെക്കുറിച്ച് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവരെ വളരെയധികം പുകഴ്ത്തിയല്ല ഇകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അപ്പം അവരുടെ ടീച്ചറമ്മയുടെ 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ഫീൽഡിലുള്ള ഒരാളല്ല. കാര്യം ഞാൻ ടൈലറിങ് പഠിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ്. ഇഷ്ടമാതിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമ കൂടിയാണ്. അല്ലാതെ ഈ അറിവുകൾ വെച്ച് മരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അനീതിയാണ്. കുറേ അറിവുകളുണ്ട്, അത് ആർക്കും കൊടുക്കാതെ അല്ലേ ജീവിച്ച് മരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പോൾ എൻ്റെ ഫീൽഡേ അല്ല ഈ മാനിഫെസ്റ്റേഷൻ. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, ഞാൻ വളരെയധികം മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഞാൻ ഈ ഇത്തരം ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യും. അങ്ങനെ ടീച്ചർ അമ്മയുടെയും 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അത്യാവശ്യം പൈസയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഫീ ഒക്കെ ഉള്ളതാണ്. ഫീ കൊടുത്ത് പഠിച്ചതാണ്. ഈ ടീച്ചർ അമ്മയുടെ ക്ലാസ് മാത്രമല്ല, ഒരുപാട് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവസാന ടൈമിലൊക്കെയാണ് ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് വലിയ ഗുണമൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ മോശമല്ലാത്ത ഒരു അഭിപ്രായമാണ് എനിക്ക് ആ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഇത് ഞാൻ മുഴുവനായിട്ടും കേട്ടു. അപ്പോൾ പുള്ളി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളോട് സമ്മതിക്കാതിരിക്കാനും നിവർത്തിയില്ല. ആ ഒരു രീതിയിൽ സമ്മിശ്രമായ ഒരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ടീച്ചറമ്മയുടെ ക്ലാസ് മാത്രമല്ല, ബാക്കി ഒരുപാട് പേരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ഫീസാണ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത്. അത്യാവശ്യം നല്ല ഫീസാണ്. അതേസമയം നമുക്ക് മെൻറ്ററുമായിട്ട് സംസാരിക്കാനുള്ള ഒരവസരം പോലും ഞാൻ ഇത്രയൊക്കെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടും ഒരു ക്ലാസ്സിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, നമ്മൾ ഫീസ് കൊടുത്ത, നമ്മളിൽ നിന്ന് ഫീ മേടിച്ച ഈ ടീച്ചർ അമ്മയോടോ അല്ലെങ്കിൽ വേറെ ആരോടോ സംസാരിക്കാനുള്ള യാതൊരുവിധ അവസരവും ഒരു ക്ലാസ്സിലും, പതിനായിരങ്ങൾ ഫീ വാങ്ങുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതേസമയം 500 രൂപ തന്ന് എൻ്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് എന്നോട് യഥേഷ്ടം സംസാരിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ അനുവദിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു ട്രെയിനറല്ല, ഞാനൊരു ഗൈഡല്ല, ഞാനൊരു മെൻറ്ററല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ചെറിയ രീതിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ചെറിയ ഫീസ് 500 രൂപ പ്രതിമാസം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ അറിവുകൾ, അപ്പോൾ ഈ അറിവ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കലെന്ന് പറയുന്നത്, എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്, ഞാനൊരു ടീച്ചറാണ് ബേസിക്കലി. അപ്പോൾ എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എൻ്റെ സമയം ചിലവാക്കി കുട്ടികൾക്ക് സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുത്ത് അതിൽ നിന്നും ഉപജീവനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിത രീതി. അപ്പോൾ എനിക്കിതിന് ഒത്തിരി ടൈം വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ തുച്ഛമായൊരു ഫീ വാങ്ങിച്ചു കൊണ്ട് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പ്രതിമാസം 500 രൂപ ചിലവിൽ ക്രിയേറ്റീവ് ലൈഫ് ഡിസൈൻ എന്ന പേരിൽ ഞാൻ 2 മാസം ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി. ക്രിയേറ്റീവ് ലൈഫ് ഡിസൈൻ എന്ന പേരിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള രീതിയിൽ ക്ലാസ്സസ് എടുക്കുകയും അങ്ങനെ 12 സെഷൻസ് കുട്ടികൾക്ക് കൊടുത്ത് ഓപ്പനോ പ്രയറും പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ എനിക്കറിയാവുന്നതുപോലെ മെഡിറ്റേഷനും എനിക്കറിയാവുന്നതുപോലെ അവർക്ക് മോർണിംഗ് ഈവനിങ് എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ, ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ അറിവുകളെല്ലാം കൂടി ഞാനൊരു സിലബസ് ആക്കി
ആ സിലബസ് പ്രകാരം ഞാൻ 500-ലധികം കുട്ടികളെ ഞാൻ 2 മാസം കൊണ്ട് ട്രെയിൻ ചെയ്തെടുത്തു. ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. എൻ്റെ സ്റ്റുഡൻസും ഹാപ്പിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ ഹാപ്പി അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അടുത്ത മാസം ക്ലാസ് വെക്കില്ലായിരുന്നു. കാര്യം എനിക്ക് പറ്റാത്തൊരു മേഖലയിൽ ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് നല്ലൊരു ഫീൽഡ് വേറെയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് അറിയില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല. പക്ഷേ എൻ്റെ കുട്ടികൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും അങ്ങനെയാണ് ക്ലാസ്സസ് തുടങ്ങുന്നത്. മറ്റുള്ളവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നും പഠിച്ച കാര്യം, അത് ഇതൊന്നും ആരും കണ്ടുപിടിച്ചതല്ല. ഓരോരുത്തരും ഓരോരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അവരുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ടീച്ചറമ്മയും അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവർ പഠിച്ച പാഠങ്ങളിൽ നിന്ന് അവരൊരു സിലബസ് ഉണ്ടാക്കി അവരുടെ കുട്ടികളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. നല്ല പോസിറ്റീവാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട്. എനിക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ലാസ്റ്റ് പീരീഡിലൊക്കെയാണ് ടീച്ചറമ്മയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് അതിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഉപയോഗം ചെയ്തില്ല എന്ന് ഇരിക്കലും നല്ല ക്ലാസ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഫീസ് എൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിയും ഇതിനെക്കാട്ടിയും ഫീസ് കൂടുതലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതും നമ്മൾ പറയുന്നില്ല. പിന്നെ ആകെയുള്ള ഒരു കാര്യം, മെൻറ്ററുമായിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും രൂപ കൊടുത്തിട്ട് നമ്മളുടെ ഒരു വിഷമം, അതായത് ഞാൻ 500 രൂപയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ തന്നെ വലിയ മടിയ കാര്യം. ഞാനിത് ട്രെയിൻ ചെയ്യിക്കാൻ യോഗ്യത എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ സംശയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ എനിക്ക് തന്നെ വളരെയധികം ആശങ്കയുണ്ടായി, ഞാൻ എങ്ങനെ ഇവരെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യരുടെ മനസ്സ് അത്രമേൽ സങ്കീർണമായിട്ട്, അത്രമേൽ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്കൊരു ആശ്രയം, എവിടെയാണ് നമുക്കൊരു തുണ കിട്ടുക എന്ന് നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതുപോലത്തെ ക്ലാസ്സുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമുക്ക് തോന്നും ഇത് കൊണ്ട് നമ്മളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് നമ്മൾ ആഗ്രഹിക്കും, വിചാരിക്കും. പലരും എന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ വളരെയധികം വിഷമം വരുന്ന ഓരോ അവസ്ഥകളിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ കയ്യിലെ പൈസ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ അവർക്കൊരു നല്ല 2 വാക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സൽക്കർമ്മമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. അവർക്ക് അതുകൊണ്ട് നമ്മൾ ഒരു 2 നല്ല വാക്ക് പറയുന്നത് കൊണ്ട് അവർക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുക. അവരുടെ 2 പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരുപാട്, നമ്മൾ ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കണ്ട, അവർ വെറുതെ നമ്മളോട് പറയുന്നതാണ്. അവർക്ക് അവരുടെ മനസ്സിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടി അവർ നമ്മളെ ഇഷ്ടം കൊണ്ട്, നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ ഈ ഫീസ് വാങ്ങിച്ചിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആക്കി വെക്കുക എന്ന് പറയുന്ന ഞാൻ ഒരുവിധം പഠിച്ചിട്ടുള്ള ആയിരങ്ങൾ കൊടുത്ത് പഠിച്ചിട്ടുള്ള എല്ലായിടത്തെയും സമ്പ്രദായം അതെനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 500 രൂപ ആണ് ആകെ ഫീസ് മേടിക്കുന്നതെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് 24 hours ഓപ്പണാണ്. 24 hours എന്ന് മാത്രമല്ല, ഒരു മാസം 500 രൂപ തന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് ലൈഫ് ടൈം അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണ്. അവർ ഒരു തവണ ജോയിൻ ചെയ്താൽ മതി. ആ വാട്സപ്പ് ഗ്രൂപ്പ് അവർക്ക് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഒരു മാസം മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. 12 സെഷൻസാണുള്ളത്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്കറിയുന്നത് പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ അത് ഞാൻ പറഞ്ഞു തന്നെയാണ് ഞാൻ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത്. ഞാനൊരു ട്രെയിനറല്ല, ഞാനിത് പഠിച്ച ഒരാളാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചത് അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ആ സമ്പ്രദായമാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ആയിരങ്ങൾ വാങ്ങിച്ച് പഠിപ്പിക്കുന്നവരും ചെയ്യുന്നത്, ഇതേ കാര്യം തന്നെയാണ്.
അപ്പോൾ ഉണ്ണി വ്ളോഗ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്രമേൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ എത്രയോ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകൾ നമ്മൾ 99 രൂപ എന്ന് പറയും, 99 രൂപയ്ക്ക് ചേരാൻ പറയും. അപ്പോൾ 99 രൂപയ്ക്ക് നമ്മൾ ചേർന്നാൽ ഒരു പോയിൻ്റ് പോലും നമുക്ക് തരില്ല, ഒരു പോയിൻ്റ് പോലും നമുക്ക് തരാതെ അവരുടെ പ്രീമിയം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവരുടെ പരസ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവർ പ്രൊമോഷൻ നടത്തുന്നത് എത്രയോ ക്ലാസ്സുകളിൽ പോയി ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. 99 രൂപ ആയതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. 99 രൂപയല്ലേ ഉള്ളൂ പോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കളഞ്ഞിട്ടുള്ള പൈസയ്ക്ക് കയ്യും കണക്കുമില്ല. 500 രൂപയ്ക്കും കളഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ക്ലാസ് കുറച്ച് നേരം പറഞ്ഞു തന്നതിന് ശേഷം അവർ പറയും, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സെഷൻ അറിയണമെങ്കിൽ ഇന്ന് തന്നെ ഓഫറുണ്ട്, ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപയ്ക്ക് കിട്ടും, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ അവരുടെ അഡ്വർടൈസ്മെൻറ്റും അവരുടെ കഥയായിരിക്കും ആദ്യം തൊട്ടേ പറയുക. അങ്ങനെയാണ്. അങ്ങനെ നിങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അത്തരം ക്ലാസ്സുകളൊക്കെ ധാരാളം ഇവിടെ ഉള്ളപ്പോൾ അത്യാവശ്യം വലിയ പറ്റിക്കലും തട്ടിക്കലും ഒന്നും ഇല്ലാത്ത ടീച്ചറമ്മയെ പറയേണ്ടിയിരുന്നില്ല. എല്ലാവരും ചെയ്യുന്നത് ബിസിനസ്സാണ്. ഉണ്ണി വ്ളോഗ്സും അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈസ തന്നെയാണ്, പൈസ കിട്ടുന്നത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി വ്ളോഗ്സിൻ്റെ ബിസിനസ്സാണ് അത് ചെയ്യുക എന്നുള്ളത്, ടീച്ചറമ്മയുടെ ബിസിനസ്സാണ് മാനിഫെസ്റ്റേഷൻ ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ വ്യാപകമായിട്ട് മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകൾ ധാരാളമായി നടക്കുന്നതുകൊണ്ട് ധാരാളമായിട്ട് ആൾക്കാരെ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇല്ല എന്നല്ല, ധാരാളമായിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാന ചതി എനിക്ക് തോന്നുന്നത്, നല്ല ഫീസ് വാങ്ങുന്നിടത്ത് ഈ പറയുന്ന പോലെ മെൻറ്ററുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്കതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒരു മോശം പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഫീസ് കൊടുത്തിട്ട് നമുക്ക് മെൻറ്ററോട് സംസാരിക്കാൻ പറ്റില്ല, സ്റ്റാഫ് മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അഡ്മിൻ ഒള്ളി ഗ്രൂപ്പായിരിക്കും എപ്പോഴും, വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളി ആയിരിക്കും. അഡ്മിൻ ഒള്ളി അല്ലാത്ത സമയത്ത് അവർ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇടും, ഇൻഫർമേഷൻ ഇട്ട ഉടനെ അത് ക്ലോസ് ചെയ്യും. അത്ര തന്നെയാണ്. പിന്നെ അടുത്ത വേറെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിർബന്ധിച്ച് ഫീഡ്ബാക്ക് പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ചില ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ 6,999 രൂപ അടച്ച് 14 ദിവസത്തെ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ആകെ 1 അവർ ക്ലാസ്സിൽ അരമണിക്കൂർ പൊങ്ങച്ചമാണ്. എന്ത് പൊങ്ങച്ചാണ്? കുട്ടികളെ കൊണ്ട് ഇവർ നേരത്തെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വന്നതായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഇത്ര രൂപ കൊടുത്തിട്ട് നമ്മൾ ആ ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ബാക്കി കുട്ടികൾ വന്നിരുന്ന് അവർക്ക് ലൈഫിൽ കിട്ടിയ അച്ചീവ്മെൻറ്റ്സും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട്, ഈ ഒരു മാസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ലൈഫിൽ ഒന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല. ആകെ കിട്ടണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് 1 വർഷം 2 വർഷമൊക്കെ എടുക്കുമ്പോഴാണ് ലൈഫിൽ അച്ചീവ്മെൻറ്റ്സുകൾ വരിക. പക്ഷേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് തോന്നും നമുക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് വെറുതെ തോന്നും. വെറുതെ തോന്നുന്നതല്ല, വരും. അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ലൈഫ് ചേഞ്ച് തുടങ്ങുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് ചെറിയ സിഗ്നൽസ് ഒക്കെ തരും. അതിനെ വലിയ കാര്യമായിട്ട് അത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക, അത് റീലാക്കുക, അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഈയിടയ്ക്ക് ഞാൻ നല്ല ഫീ കൊടുത്ത് പഠിച്ച ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടിയ ഒരു അനുഭവമാണ്. ഒരു അരമണിക്കൂർ അത് തന്നെയായിരിക്കും കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുക. എന്നിട്ട് നിർബന്ധിക്കും, നിങ്ങൾ നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും, അപ്പോൾ നിങ്ങൾ നല്ലത് പറയൂ, നിങ്ങളുടെ ലൈഫിൽ വന്ന നല്ലത് പറയൂ എന്ന് പറയും. പാവപ്പെട്ട കുട്ടികൾ വിചാരിക്കൂ, ശരിയാണ്, ഞാൻ നല്ലത് പറഞ്ഞാൽ നല്ലത് സംഭവിക്കുമല്ലോ. അപ്പോൾ ഇമാജിനേഷനിൽ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കിട്ടിയതായിട്ട് പറയും. അങ്ങനെയൊക്കെ ഇവർ പറയും. ഇതൊക്കെ റീലായി നമ്മൾ കാണുന്ന എന്താ, ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇത്ര ഭാഗ്യങ്ങൾ കിട്ടി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതും
അതിലും ഞാൻ പോയി പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ബിസിനസ്സാണ്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും എല്ലാം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ ആരാണ് സ്വാർത്ഥതയില്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നത്? ആരുണ്ട്? ഇല്ല. ഞാൻ പോലും ക്ലാസ് എടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. 500 രൂപ ഫീസ്, എൻ്റെ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ തുല്യമായിട്ടുള്ള പൈസ മേടിച്ച് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ പേരും. അപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരാളുടെ ബിസിനസ്സിനെ മാത്രം തകർക്കുന്ന രീതിയിൽ അത് പറഞ്ഞതിനോട് എനിക്കുള്ള ഒരു വിയോജിപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കാര്യം ഒരാൾ മാത്രമല്ലല്ലോ, ഒത്തിരി പേരുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളെ മാത്രം ചൂസ് ചെയ്തെടുത്ത് അവരുടെ ബിസിനസ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തെടുത്ത് പറഞ്ഞത് ശരിയായില്ല. എല്ലാവരും ഇവിടെ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ടീച്ചർ അമ്മയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാനൊരു ട്രെയിനറോ ഞാൻ ഇതിൻ്റെ ഒരു മാസ്റ്ററോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാനൊരു സിലബസ് ആക്കി ആഴ്ചയിൽ 3 ദിവസം ലൈവ് സെഷൻ വന്ന് 1 അവർ ലൈവ് സെഷനിലൂടെ പറഞ്ഞു തന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, രാവിലെ മോർണിംഗിൽ എഴുന്നേറ്റാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ പ്രാക്ടീസുകൾ പറഞ്ഞു തന്ന് ഓപ്പനോ പ്രെയറിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുണ്ട്. പ്രെയർ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കാനും പ്രെയർ ലൈവായിട്ട് ചൊല്ലിക്കൊടുക്കാനും പിന്നെ കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 500 രൂപ തന്ന് നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഉടനെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.